ദേ ഷാജി, നിന്റെ അടവൊന്നും നീ എന്റെ അടുത്ത് എടുക്കണ്ട. നാളെ രാവിലെ എനിക്ക് തരാനുള്ള മുതലും പലിശ അടക്കം കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ, കാശ് കിട്ടിയില്ലെങ്കി ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വരും. എന്റെ കാശ് മുതലാക്കാൻ എന്താ തന്റെ വീട്ടിൽ ഉള്ളെന്ന് വെച്ചാ ഞാനത് എടുത്തോണ്ടെങ്കിൽ പോരും. നാളെ ഞാൻ വരുന്നതിന് മുമ്പ് മുങ്ങാനാണ് തന്റെ പ്ലാനെങ്കിൽ പിന്നെ താൻ ആ വീടിനകത്ത് കാലുകുത്തില്ല. ഇത് പറയുന്നതേ രുക്മിണിയാ. നീ ഇതെവിടെയായിരുന്നു? ദേ പെണ്ണെ, ചോദിക്കാതെയും പറയാതെയുള്ള നിന്റെ പോക്കണ്ടല്ലോ, അത് ശരിയല്ല കേട്ടോ. ഞാനിപ്പോ പോയതേ അമ്മയ്ക്കും കൂടെ ഗുണവും സന്തോഷവും ആവുന്ന ഒരു കാര്യത്തിനാ. അതെന്ത് കാര്യം? ഹരീഷിന്റെ കല്യാണക്കാര്യം. നീ പിന്നെ ആ ശ്രീലക്ഷ്മിക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞു വന്നിരിക്കുകയാണോ? അമ്മ തോക്കിനകത്ത് കയറി വെടിവെക്കല്ലേ, ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. ശ്രീലക്ഷ്മി അല്ല, ഇവനമ്മ വേറൊരു ആലോചന കൊണ്ടുവന്നില്ലേ? ഏത്? ആ ഡോക്ടറാവാൻ പഠിക്കുന്ന പെണ്ണിന്റെയോ? അത് തന്നെ. നമുക്കേ അത് നടത്താം. ജാതക പ്രകാരം ആ പെണ്ണിന് ഇപ്പൊ കല്യാണം നടന്നാലേ നടക്കൂ. അതുകൊണ്ട് നമുക്ക് ഈ വിവാഹം ഉടനെ തന്നെ നടത്തണം. നീ മിണ്ടി പോകരുത്. രമ്യേ, ഉടനെ എന്ന് പറഞ്ഞാ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഉടനെ എന്ന് പറഞ്ഞ നാളെ തന്നെ. അത് ശരി. അപ്പൊ നീ എന്റെ ജീവിതം നശിപ്പിച്ച് അടങ്ങുമല്ലേ? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടക്കില്ല. എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് ശ്രീലക്ഷ്മിയുടെ കൂടെ മാത്രമായിരിക്കും. അത് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തതാ. നിനക്ക് നടന്നോന്നും മതിയായില്ല അല്ലടാ. ആദ്യായിട്ടാ ഇവളുടെ തലേ നല്ലൊരു ബുദ്ധി ദൈവം തോന്നിച്ചേ. നീ പറയ രമേ, ആ പെണ്ണിന്റെ വീട്ടുകാരോട് നീ സംസാരിച്ചോ? സംസാരിച്ചമ്മേ, അവർക്ക് സമ്മതോ? ഇവനൊന്ന് സമ്മതം മൂളിയ അമ്മ പറഞ്ഞ അത്രയും സ്ത്രീധനം തന്ന് നാളെ തന്നെ വിവാഹം. നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും ഞാനിതിന് സമ്മതിക്കില്ല. എങ്കി ഒന്ന് കാണണമല്ലോ. വേണ്ടമ്മേ, അവനോട് ഞാൻ സംസാരിക്കാം. അമ്മ ഇങ്ങ് മാറി. ഹരീഷേ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നാളെ നിന്റെ വിവാഹം നടക്കണം. നിന്റെ വിവാഹം നാളെ നടത്താനായില്ലെങ്കിൽ നിന്റെ കൂടെ പിറന്നവളുടെ ശവം നീ കാണും. അറിയാലോ, രമ്യക്ക് ഒരു വാക്കേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചത് നടന്നില്ലെങ്കിൽ, ശ്രീലക്ഷ്മിയെ മറന്ന് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. മോളെ രമ്യേ, അവരെന്റെ വിവാഹം നടത്തും, എനിക്കുറപ്പാ. ശ്രീലക്ഷ്മിയെ ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ലേ എല്ലാവരുടെയും പ്രശ്നം. ഞാൻ അതുകൊണ്ട് ഈ നാട് വിട്ട് പോവുക. ഇന്ന് രാത്രി തന്നെ ശ്രീലക്ഷ്മിയോട് പ്രതിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അവൾക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരുമെന്ന് പറയണം. ഹരീഷിന്റെ ശ്രീയുടെയും വിവാഹം മുടങ്ങിയതും നിങ്ങളുടെ വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് ഹരീഷിന്റെ അമ്മ പറഞ്ഞതും ഞാൻ കാരണം. അതിന്റെ വല്ലാത്ത കുറ്റബോധം എനിക്കുണ്ട്. അതൊന്നും സാരമില്ല ഋതികേ. നിങ്ങളുടെ വിഷമം കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് സാധിക്കില്ല ഹരീഷ്. ശ്രീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവൾക്ക് എന്നോട് ദേഷ്യ. എന്നെ അവളൊരു ശത്രുവിനെ പോലെ കാണുന്നതും പെരുമാറുന്നതും. അതൊക്കെ മാറി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ശ്രീയെ എനിക്ക് തിരിച്ചു വേണം. അതിന് ഞാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവണം. ഹരീഷിന്റെ വീട്ടിൽ വന്ന് ഞാൻ സംസാരിക്കാം. അതൊന്നും വേണ്ട ഋതികേ. മനസാക്ഷിയുള്ള ഒരാള് പോലും എന്റെ വീട്ടിലില്ല. ഹരീഷ്, എനിക്കൊരു അവസരം താ പ്ലീസ്.
എനിക്കറിയില്ല എൻ്റെ വീട്ടുകാരെ. വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഋതിക ഒന്ന് സംസാരിച്ച് നോക്ക്. അതെ, വളരെ പെട്ടെന്നെടുത്ത തീരുമാനം. ഒരുപാട് ആഡംബരം ചെയ്യാൻ ക്യാഷിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊന്നും അല്ല, സമയം കുറവാണ്. അത്യാവശ്യത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ മതി. ക്യാഷേ ഞാൻ ഈ നമ്പറിലേക്ക് അയച്ചേക്കാം. ആ ശരി. എന്തിനാ വെറുതെ ഇവന്റ് മാനേജ്മെന്റുകാർക്ക് ഒരുപാട് ക്യാഷ് നൽകുന്നത്? ഉറപ്പായും ഋതിക ഈ കെണിയിൽ വീഴും. രാജു അവളെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ശ്രീലക്ഷ്മിക്ക് വേണ്ടി അവൾക്ക് സമ്മതിക്കേണ്ടി വരും. രമ്യ, ആ ഋതികയോ? ഞാൻ ഋതിക അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഋതിക അറിഞ്ഞു കാണുമല്ലോ, ഹരീഷിന്റെ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. നാളെ രാവിലെ 10-നും 11:45 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ ചേട്ടൻ ഞാൻ തീരുമാനിച്ച പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടും. പഴയ കാര്യങ്ങളൊന്നും ഋതിക മനസ്സിൽ വെക്കരുത്. എല്ലാവരെയും കൂട്ടി ഋതിക വിവാഹത്തിന് വരണം. ശ്രീലക്ഷ്മിക്ക് വിഷമം ഉണ്ടാവും, പക്ഷേ ഋതിക അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കില്ലേ? രമ്യ പ്ലീസ്. ഹരീഷും ശ്രീലക്ഷ്മിയും പരസ്പരം എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് രമ്യക്കറിയില്ലേ? എന്നോടുള്ള ദേഷ്യത്തിന് രമ്യ അവരെ ഉപദ്രവിക്കരുത്. രമ്യ വിചാരിച്ചാലേ ഈ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പരസ്പരം പ്രണയിക്കുന്ന ഹരീഷിനെയും ശ്രീലക്ഷ്മിയും തമ്മിൽ വേർപിരിക്കാൻ രമ്യ കൂട്ടുനിൽക്കരുത്. അവരെ ഒന്നിപ്പിക്കണം. ഇതെന്റെ അപേക്ഷ. വേണമെങ്കിൽ രമ്യയുടെ കാല് ഞാൻ പിടിക്കാം. ഋതിക ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത്. അമ്മയോടും അച്ഛനോടും പറഞ്ഞ് സമ്മതിപ്പിച്ചു. വിവാഹത്തിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെയും ചെയ്തു. അച്ഛനും അമ്മയും പെണ്ണിന്റെ അച്ഛനമ്മമാരെയും കൂട്ടി താലി വാങ്ങാൻ ജ്വല്ലറിയിലേക്കും പോയി. ഇനിയിപ്പോ ഞാനെങ്ങനെ? രമ്യ പ്ലീസ്, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഹരീഷിന്റെ വിവാഹം നടക്കാൻ പോണെന്നറിഞ്ഞ് ശ്രീലക്ഷ്മി ആകെ ബഹളം വെച്ച് കരച്ചില്ല. അവിടെ രാജുവിന്റെ വീട്ടില് എല്ലാവരും വിഷമത്തില്ല. രമ്യ ഒന്ന് രമ്യയുടെ അമ്മയെ ഫോൺ ചെയ്ത് സംസാരിക്കും. ഒരിക്കലും ഇതേ കാര്യത്തിന് ശ്രീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് മറക്കരുത് രമ്യ, പ്ലീസ്. നീ ഇങ്ങനെ ടെൻഷനായി എന്നെ കൂടി പേടിപ്പിക്കാതെ ഋതിക. ആ ശരി, ഞാൻ അമ്മയെ വിളിക്കാം. വേഗം വിളിക്ക. ആ അമ്മേ, നിങ്ങളിപ്പോ എവിടെയാ? പെണ്ണിനുള്ള മാലയും താലിയൊക്കെ വാങ്ങിയോ? അയ്യോ വാങ്ങിന്ന്. പ്ലീസ് ഒന്ന് പറയേ. ശരി ശരി പറയാം. അമ്മേ, ഋതികേ ഇവിടെ വന്നിട്ടുണ്ടോ കേട്ടോ. അവള് പറയുന്നതേ ശ്രീ കരച്ചിലും ബഹളവും ഒക്കെയാണ് ഈ വിവാഹം നടത്തരുതെന്ന്. ശരി അമ്മേ. രമ്യ, രുക്മിണി ആന്റി എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ചാ എന്നോട് തീരുമാനിച്ചോളാൻ. ആണോ? എനിക്ക് ഇപ്പോഴാ ആശ്വാസമായത്. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ? അല്ല, ഋതികയ്ക്ക് എന്റെ തീരുമാനം അറിയണ്ടേ? നാളെ നിശ്ചയിച്ച സമയത്ത് തന്നെ എന്റെ ചേട്ടന്റെ വിവാഹം നടക്കും. ഞാൻ തീരുമാനിച്ച പെൺകുട്ടി തന്നെയായിരിക്കും വധു. നീ ചെന്ന് ശ്രീലക്ഷ്മിയോട് പറഞ്ഞേക്ക് എന്റെ ചേട്ടനെ അങ്ങ് മറന്നേക്കാൻ. രമ്യ, എന്താ ഇത്? നീ ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവളാണോ? തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതില് സന്തോഷം കണ്ടെത്താൻ എങ്ങനെ നിനക്ക് സാധിക്കുന്നേ? പ്രണയിക്കുന്നവരുടെയൊക്കെ വിവാഹം നടത്തി കൊടുക്കാൻ നീ ആരാടി? അല്ല, എന്ന് തൊട്ടാ നീ ഏർപ്പാട് തുടങ്ങിയത്? ഹരീഷിന് ശ്രീലക്ഷ്മിക്ക് മാത്രമല്ല, എനിക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം. എന്റെ രാജുവിനെ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്റെ മനസ്സിലെ പ്രണയം കാണാതെ ശ്രീലക്ഷ്മിയുടെ മനസ്സ് മാത്രം കാണുന്ന നീ ഒരു സ്വാർത്ഥയാണ് ഋതിക. ദീപകിന് വിവാഹം കഴിക്കാൻ മടിച്ച് രാജു നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് നീ നുണ പറഞ്ഞതും നിന്റെ സ്വാർത്ഥതയായിരുന്നു. നിന്റെ ഒരു നുണ കാരണം എനിക്കെന്റെ രാജുവിനെ നഷ്ടമായത്. അതേ നുണ കാരണോ ഹരീഷിന്റെ ശ്രീലക്ഷ്മിയുടെ വിവാഹം മുടങ്ങിയതും. അത് നന്നായി ശ്രീലക്ഷ്മിക്ക് അറിയാം. അതാണ് അവള് നിന്നെ വെറുക്കുന്നതിന്റെ കാരണം. നാളെ എന്റെ ചേട്ടന്റെ വിവാഹം.
അതില് വേദനിച്ച് ശ്രീലക്ഷ്മി എന്തെങ്കിലും അവിവേകം കാണിച്ച അതിന്റെ പാപം ചുമക്കാൻ പോകുന്നതേ ഒരിക്കലും ഞാനായിരിക്കില്ല, നീ ആയിരിക്കും. നീ മാത്രം. ആ ശരി, നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. അവസാനമായി നീ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താൻ. രമ്യയുടെ ഔദാര്യമായി ഒരേ ഒരു ചാൻസ്. എന്റെ ചേട്ടന്റെ വിവാഹപ്പന്തലിൽ വെച്ച് എന്റെ അച്ഛനമ്മമാര് കേൾക്കെ, ഈ നാട് മുഴുവൻ കേൾക്കെ, രാജു നിന്റെ കഴുത്തി താലി കെട്ടിയിട്ടില്ല എന്ന് നീ ഉറക്ക വിളിച്ചു പറയണം. അങ്ങനെ നീ പറഞ്ഞ രാജുവിന്റെ ജീവിതത്തിൽ നിന്നും നീ എനിക്ക് വഴിമാറി തന്ന, നീ പറഞ്ഞതുപോലെ എന്റെ ചേട്ടന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം ഞാൻ നടത്തിത്തരും. നിന്റെ കൂട്ടുകാരിയോട് നിനക്ക് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നാളെ നീ തെളിയിക്ക്. അല്ല, ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായോ? എങ്കിലിനി വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട, നീ പോ. രാജുവിന്റെ ജീവിതത്തിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞിറങ്ങാൻ നിനക്ക് സമയമായി ഋതികെ. മോളെ ശ്രീലക്ഷ്മി, മോള് ചേട്ടൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഞങ്ങൾക്ക് എങ്ങനെയാ സമാധാനം ഉണ്ടാവുന്നത്? ശ്രീ, എത്ര നേരായി ഞങ്ങള് നിന്നോട് ഓരോന്ന് ചോദിക്കുന്നു, നീ എന്താ മറുപടിയൊന്നും പറയാത്തെ? ശ്രീലക്ഷ്മി, എന്തെങ്കിലും ഒന്ന് പറയേ. ഞാനെന്ത് പറയാനടി? നിങ്ങൾ എത്ര പേര് മാറി മാറി സംസാരിച്ചിട്ടും അവളെന്തെങ്കിലും മറുപടി പറഞ്ഞ? ആ ചെറുക്കന്റെ കല്യാണം നടക്കുന്നവരെ ഞാൻ ഇവൾക്ക് അവലിരുന്നോളാം. ആ സമയം ഒരുപാടായി, നിങ്ങളെല്ലാരും പോയി കിടക്കാൻ നോക്ക്. എനിക്ക് ഇവിടെ ആരും കാവലിരിക്കണ്ട, എല്ലാരും ഒന്ന് പോയി തരുമോ? കേട്ടോടാ ഇവള് പറയുന്നേ? ഇവളെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ട. വാ, നമുക്ക് പോയി രുക്മിണിയമ്മയോട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും അവിവേകം കാണിക്കും മോനെ. അമ്മേ, അത് വേണ്ട രാധമേ, അതിൽ കാര്യമില്ല. സംസാരിക്കേണ്ടവരോട് ഞാൻ സംസാരിച്ച് നോക്കിയതാ, അവര് സമ്മതിക്കില്ല. ആര് പറഞ്ഞാലും കേൾക്കില്ല. എങ്ങനെ കേൾക്കും? എങ്ങനെ സമ്മതിക്കും? നീ ചെയ്തത് അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ. നീ ഒറ്റ ഒരുത്തിയല്ലേ എല്ലാം ഈ അവസ്ഥയിൽ എത്തിച്ചത്. നീ പറഞ്ഞ അവരാരും ഒന്നും കേൾക്കില്ലെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ അവരുടെ വീട്ടിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പോയത്? നല്ലവളാണെന്ന് നീ എന്നെ ബോധിപ്പിക്കാനാണോ, അതോ എന്റെ വീട്ടുകാരെ ബോധിപ്പിക്കാനോ? നീ വെറുതെ പൊട്ടി കളിക്കേണ്ട രീതിക്ക്. നീ മന്ത്രി പ്രതാപവർമ്മയുടെ മകളല്ലേ? നീ ആർക്ക് വേണ്ടിയും ആർക്കും ഒരു നല്ലതും ചെയ്യില്ല. ആരെയൊക്കെ എത്ര വിഷമിപ്പിച്ചാലും ആരും നിന്നെ ഒന്നും പറയില്ല. നീ നോക്കണ്ട, ഇന്ന് നിന്റെ സൈഡ് പറയാനേ ആരും നിൽക്കില്ല. എല്ലാവർക്കും ഞാൻ മരിച്ചു കളയുന്നുള്ള പേടിയാ. അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. ആരൊക്കെ ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും കാവലിരുന്നാലും ശ്രീലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നതേ നടക്കും. ശ്രീലക്ഷ്മി പ്ലീസ്, നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. സൊല്യൂഷൻ? എന്ത് സൊല്യൂഷൻ? ശ്രീ മോളെ, നീ ചേട്ടൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട ഏട്ടാ, ഏട്ടന്റെ ജീവിതം ഏട്ടൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലേ? ഇവളെ ഏട്ടന് ഇഷ്ടമായിരുന്നെന്നും നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നും ബ്രില്യന്റ് ആയിട്ട് നിങ്ങൾ മറച്ചു വെച്ചില്ലേ? എന്റെ വിവാഹം മുടങ്ങുമെന്ന് അറിയായിരുന്നിട്ടും ഇവളെ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ? എന്നോട് ഏട്ടൻ ഇത്രയും വലിയ ഉപകാരങ്ങളൊക്കെ ചെയ്തപ്പോഴേ ഏട്ടനോടുള്ള മതിപ്പൊക്കെ എനിക്ക് പോയതാ. ഇനിയും ഏട്ടൻ ഇവിടെ ഇരുന്നേ വലിയ നാടകമൊന്നും കളിച്ച് ബുദ്ധിമുട്ടണ്ട. എന്റെ വിധി ഞാൻ സഹിച്ചോളാം. ശ്രീലക്ഷ്മി
പറഞ്ഞത്? ഓ, ഭർത്താവിനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ? ശ്രീ, മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. രാജു, അങ്കിളിനെയും രാധമ്മയും കൂട്ടി ഒന്ന് പുറത്തു നിന്ന്. എനിക്ക് ശ്രീയോട് കുറച്ചു നേരം തനിയെ സംസാരിക്കണം. ശ്രീയേച്ചി, ഇവിടെ നിൽക്ക്. എന്താ മേഡം കാര്യം? ഞാൻ പറയാം. വാസ, ശ്രീലക്ഷ്മി ആരുടെ കൂടെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം, ആഗ്രഹിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്റെ ഉദ്ദേശശുദ്ധി നീ മനസ്സിലാക്കണം. എനിക്ക് നിന്റെ മനസ്സറിയാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നീ. ചാടിക്കടിക്കാൻ വരാതെ നീ എനിക്ക് 5 മിനിറ്റ് സമയം താ. എനിക്ക് പറയാനുള്ളത് സമാധാനമായിട്ട് നീ ഒന്ന് കേൾക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ ഹരീഷ് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ ഇവിടെ എന്റെ ശവം വീഴും. ഭവാനി, എനിക്കിപ്പോഴും മനസ്സിനൊരു സമാധാനമില്ല. ഇത് ശരിയാവോ? നാട്ടുകാരെന്ത് പറയും? നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കുന്നതിന് എന്താ വേണ്ടത്? ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? ദേ, ഇങ്ങോട്ട് വന്ന സൗഭാഗ്യമാണ്. വെറുതെ ഓരോന്നും പറഞ്ഞ് ഈ വിവാഹം എങ്ങനെ നടത്താതിരുന്ന അച്ഛനും മോക്കും ഞാൻ പച്ചവെള്ളം തരില്ല, പറഞ്ഞേക്കാം. ഭവാനി, 2 ദിവസം കൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് കല്യാണം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് സമാധാനം പറയും? കല്യാണം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നാ ഇപ്പൊ നടത്തണം തോന്നി നടത്തുന്നു അങ്ങ് പറഞ്ഞാ മതി. അത് ശരിയാവോ? ദേ മനുഷ്യ, എന്റെ വായിൽ നിന്നൊന്നും കേൾക്കണ്ടെങ്കിൽ മിണ്ടാതെ നിന്നോണം. അയാളുടെ ഓരോ സംശയങ്ങള്. ഒരു ചിട്ടി കമ്പനി, 10-15 വീടുകള്, ആവശ്യത്തിലേറെ ബാങ്ക് ബാലൻസ്, ഇട്ടുമൂടാനുള്ള സ്വർണം, ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം എന്റെ മോക്കുള്ളത് കൊണ്ടാ ഈ നറുക്ക് അവക്ക് വേണത്. എന്നാലും അമ്മേ, ഒരു പരിചയമില്ലാത്ത ആളെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ പറഞ്ഞ അച്ഛന്റെ അതേ ബുദ്ധിയാണല്ലോ പെണ്ണെ നിനക്ക്. ഒരു കാര്യം ചെയ്, 2 പേരും കൂടി എന്നെ അങ്ങ് കൊല്ല്. ഞാനൊന്നും മിണ്ടുന്നില്ലേ? അതെ, ഇത് ഫാമിലി ഡിസ്കഷനുള്ള സമയമല്ല കേട്ടോ. രമ്യമോളെ, എല്ലാം വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങളായതുകൊണ്ടേ ചിലരെയൊക്കെ ക്ഷണിക്കാൻ പറ്റിയില്ല. വേണ്ട രീതിക്ക് ഒന്നും അങ്ങ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതിന്റെ ചില പ്രശ്നങ്ങൾ. ആഘോഷായിട്ട് സൽക്കാരം എല്ലാവർക്കും കൊടുക്കാന്നേ, അതിനൊക്കെ ഇനി സമയമില്ലേ? അവിടെ ചെക്കൻ റെഡിയാ, ഇനി പെണ്ണ് റെഡിയാണോന്ന് അറിഞ്ഞാ മതി. ഞാൻ റെഡിയാ റിമ്മേ. അത് കേട്ടാ മതി. ഞാനിവിടെ ഒരുങ്ങിക്കഴിഞ്ഞോ നോക്കാൻ വേണ്ടി വന്നതാ. ധൃതിയില്ല, മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട്. അല്ല, രുക്മിണി എവിടെ? അമ്മയ്ക്ക് നിന്ന് തിരികെ സമയം കിട്ടണ്ടേ? അമ്മ ഫുൾ ബിസിയാ. നാട് വിട്ട് പോണമെന്ന് ഓർത്തതാ. പക്ഷെ ഋതിക അതിനും സമ്മതിച്ചില്ല. ഇതുവരെ മെസ്സേജും വന്നില്ല, കോളും വന്നില്ല. ഒന്നുകിൽ ഋതികയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞു കാണില്ല, അല്ലെങ്കിൽ ഋതിക ചതിച്ചു. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ശ്രീലക്ഷ്മി അങ്ങോട്ട് വിളിക്കാം. ഹരീഷേ, ആരെ നീ വിളിക്കുന്നേ? അത് എന്റെ ഒരു ഫ്രണ്ടിനെ. ഫ്രണ്ടിനെയോ? നീ ആ ഫോണിങ് തന്നെ, ഞാനും നോക്കട്ടെ. അത് ഫോണിങ് താ ഹരീഷേ. നിനക്ക് എന്ത് അറിയണ്ടേ? ഞാൻ ആരെ വിളിച്ചെന്നല്ലേ? ഞാൻ ഫോൺ ചെയ്തത് ശ്രീലക്ഷ്മിയെ. എന്തിനാ നീ ഇപ്പൊ അവളെ വിളിച്ചേ? മടുത്തു ഞാൻ. നിങ്ങൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത് എന്റെ വിവാഹം. ഞാൻ ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ? ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരു പെണ്ണിനെ ശ്രീലക്ഷ്മി മറന്ന് എനിക്ക് താലി കെട്ടാൻ പറ്റില്ല രമ്യ. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ നിന്റെ വാശി ഒന്ന് അവസാനിപ്പിക്കേ പ്ലീസ്. നീ ഇത് കണ്ടോ? ഇനി നിന്റെ ഭാഗത്ത് നിന്ന്
ഇങ്ങനെ എന്തെങ്കിലും വർത്തമാനം ഉണ്ടായ ഞാൻ ഇത് കുടിച്ചേ ഇവിടെ കിടന്നു ചാവും. നിനക്ക് നിന്റെ പ്രേമാണോ അതോ കൂടപ്പിറപ്പാണോ വലുത്? നിനക്ക് എന്നെയാണോ അതോ ശ്രീലക്ഷ്മിയാണോ വേണ്ടേന്ന്? രമ്യ, നീ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും കേക്കണ്ട ഹരീഷേ. ഞാൻ തീരുമാനിച്ച നിന്റെ വിവാഹം നടക്കണം. നടന്നില്ലെങ്കിൽ നീ ആ ഫോണിങ്ങതാ. ദാ, ഹരീഷേ, ഈ വിവാഹം ഋതികയെ കൊണ്ട് സത്യം പറയിക്കാനുള്ള എന്റെ പ്ലാനാണെന്ന് നിന്നോട് തുറന്നു പറയാൻ എനിക്ക് പറ്റില്ലടാ. നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോറി. അങ്കിൾ, കുഴപ്പമൊന്നുമില്ലല്ലോ? ദൈവം സഹായിച്ച് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ഋതിക മാഡം. അച്ഛൻ ഇനി അതൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഋതിക മാഡം ശ്രീയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? അവൾ ഇനി അവിവേകം ഒന്നും കാണിക്കില്ല. എന്നാലും ഋതിക മാഡം എന്തു പറഞ്ഞ അവളുടെ മനസ്സ് മാറ്റിയത്? അവള് ബുദ്ധിയുള്ള കുട്ടിയല്ലേ അങ്കിൾ. ഞാൻ മയത്തി പറഞ്ഞു കൊടുത്തപ്പോ അവൾക്ക് കാര്യം മനസ്സിലായി. ആഘോഷം അവിടെ, പക്ഷേ ആ ചെക്കന്റെ മോഹം തെളിഞ്ഞിട്ടില്ല. നീ എന്തിനടി അങ്ങോട്ട് പോയത്? എന്താ അമ്മ